നമുക്കറിയാം നമ്മൾ എന്തിനാണ് ഈ ജംഗ്ഷനുകളിലൊക്കെ ട്രാഫിക് സിഗ്നലുകൾ വെക്കുന്നത്? അതൊരു ഗതാഗത കുരുക്ക് ഒഴിവാക്കുന്നതിനും അപകടങ്ങൾ ഒഴിവാക്കുന്നതിനും ഒക്കെ വലിയ ഉപകാരപ്രദവുമാണ്. ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കാത്തത് മൂലം സ്ഥിരം അപകടങ്ങൾ സംഭവിക്കുന്ന ഒരു പ്രധാനപ്പെട്ട ജംഗ്ഷൻ ഉണ്ട് അങ്ങ് പത്തനംതിട്ടയിൽ. കോഴഞ്ചേരി ടൗണിൽ നിന്ന് പ്രവീൺ പുരുഷോത്തമൻ ചേരുന്നുണ്ട്. പ്രവീൺ, എല്ലായിടത്തും ട്രാഫിക് സിഗ്നലുകൾ അനിവാര്യമാണ്. അത്തരത്തിൽ ഒരു സിസ്റ്റത്തിന്റെ ഭാഗം കൂടിയാണ് ആ ട്രാഫിക് സിഗ്നലുകൾ. പത്തനംതിട്ടയിലെ പ്രധാനപ്പെട്ട ഒരു ജംഗ്ഷനിൽ ഇത്തരത്തിൽ സിഗ്നലുകൾ പ്രവർത്തിക്കാത്തത് മൂലം എന്തൊക്കെ ബുദ്ധിമുട്ടാണ് അനുഭവപ്പെടുന്നത്? വിനീത, ഈ ട്രാഫിക് സിഗ്നലിനെ പറ്റി പറയുമ്പോൾ ഒരു 10-15 വർഷം മുമ്പ് വരെ പ്രധാനപ്പെട്ട ഈ ജംഗ്ഷനുകളിലെല്ലാം ട്രാഫിക് പോലീസുകാരായിരുന്നു ഡ്യൂട്ടിയിലുണ്ടായിരുന്നത്. എന്നാൽ വാഹനങ്ങളുടെ എണ്ണം അമിതമാവുകയും അത്തരത്തിലുള്ള കാര്യങ്ങളിലേക്ക് ലോകം മാറുകയും ചെയ്തപ്പോൾ എല്ലാ ചെറിയ ഇടങ്ങളിൽ പോലും ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളാണ് ഈ ഗതാഗത നിയന്ത്രണത്തിനുള്ളത്. ഇപ്പോഴത്തെ ഒരു സാഹചര്യത്തിൽ ഈ ചെറിയ ടൗണുകളിൽ ഉൾപ്പെടെ വലിയ വാഹന തിരക്ക് തന്നെയാണ് അനുഭവപ്പെടുന്നത്. ഞാനിപ്പോൾ നിൽക്കുന്നത് പത്തനംതിട്ട ജില്ലയിലെ കോഴഞ്ചേരി ടൗണിലെ ഒരു 4 കൂടിയ ജംഗ്ഷനിലാണ്. ഇത് TK റോഡാണ്. തിരുവല്ല കുമ്പഴ സംസ്ഥാന പാതയാണെന്ന് ഓർത്തോണം. ഇവിടെ 3 ആഴ്ചയായി ഈ കാണുന്ന ട്രാഫിക് സിഗ്നൽ ലൈറ്റ് പ്രവർത്തിക്കുന്നില്ല. ഇത് പ്രവർത്തിക്കാത്തത് മൂലം നിരവധി അപകടങ്ങളാണ് ഇവിടെ നടന്നിട്ടുള്ളത്. അതിൽ നമ്മൾ നാട്ടുകാരുമായി സംസാരിച്ചപ്പോൾ അവർ പറഞ്ഞത് ഇതിൻ്റെ 4 വശത്തുമുള്ള ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളുടെ കേബിളുകൾ ഈ റോഡിനടിയിൽ കൂടിയാണ് സ്ഥാപിച്ചിരുന്നത്. അടുത്തിടെ ഇവിടെ വാട്ടർ അതോറിറ്റി ഇതിനടിയിൽ കൂടി പൈപ്പ് ഇടുന്നതിൻ്റെ ഭാഗമായിട്ട് റോഡ് വെട്ടിപ്പൊളിച്ചു. അതിനുശേഷം ആ റോഡിൻ്റെ വെട്ടിപ്പൊളിച്ച ഭാഗമൊക്കെ അവർ പൈപ്പ് ഇട്ടതിന് ശേഷം ശരിയാക്കുകയും ചെയ്തു. പക്ഷേ അതിനിടയിൽ ഈ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകളുടെ ഏതോ ഒരു കേബിൾ, ഒരു വയർ പൊട്ടിപ്പോയി അതിൻ്റെ ബന്ധം വിച്ഛേദിക്കപ്പെട്ടു എന്നാണ് നാട്ടുകാർ പറയുന്നത്. പക്ഷേ അത് ഇത്രയും നാളായിട്ടും അത് ശരിയാക്കാൻ കഴിഞ്ഞിട്ടില്ല. നമുക്ക് കാണാം, ഈ ദൃശ്യങ്ങളിൽ കാണാം, ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട റോഡിൽ നിന്നും നേരെ സംസ്ഥാന പാതയിലേക്കാണ് വാഹനങ്ങൾ നേരെ കയറി വരുന്നത്. അതുകൊണ്ട് തന്നെ ഓപ്പോസിറ്റ് വരുന്ന ഇതുപോലുള്ള ബസ്സുകൾക്കൊന്നും ഇങ്ങനെ ഒരു വാഹനം വരുന്നുണ്ടെന്ന് അറിയാൻ പോലും കഴിയില്ല. വളരെയധികം സൂക്ഷ്മതയോട് കൂടി ഓടിച്ചെങ്കിൽ മാത്രമേ ഇവിടെ അപകടം ഒഴിവാക്കാൻ കഴിയൂ എന്ന ഘട്ടമാണുള്ളത്. നേരത്തെ നിരവധി കാറുകൾ ഈ റോഡിലേക്ക് നേരെ കയറുകയും എതിരെ വരുന്ന ബസ്സുകൾ ഇടിച്ച് വാഹനാപകടങ്ങൾ സംഭവിക്കുകയും ചെയ്തിട്ടുണ്ട്. ഇരുചക്ര വാഹന യാത്രക്കാരും സ്ഥിരം ഇവിടെ അപകടത്തിൽപ്പെടുന്നു. ഈ റോഡ് ക്രോസ് ചെയ്ത് നമുക്ക് കാണാം, ആ ഭാഗത്തേക്ക് റോഡ് കുറുകെ കടന്ന് മറ്റൊരു പാതയിലേക്കും വാഹനങ്ങൾ ഇങ്ങനെ പോകുന്നുണ്ട്. ഇപ്പോൾ 2 നാട്ടുകാർ ഏത് നിമിഷവും എന്തും സംഭവിക്കാമെന്ന അവസ്ഥയാണല്ലേ? അതെ, നമ്മൾ ഈ വാർത്ത റിപ്പോർട്ട് ചെയ്യുമ്പോഴും ഉള്ളിൽ ചെറിയൊരു ഭയമുണ്ട്. കാരണം ഇപ്പോൾ നമുക്ക് ദൃശ്യങ്ങളിൽ തന്നെ കാണാം, ഈ വളവ് തിരിഞ്ഞ് നേരെ വാഹനം നമ്മുടെ മുന്നിലേക്കാണ് കയറി വരുന്നത്. പക്ഷേ ഈ ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ഉണ്ടായിരുന്നെങ്കിൽ കൃത്യ ഇടവേളകളിൽ ഓരോ വശത്തുമുള്ള വാഹനങ്ങൾ നിർത്തുകയും സിഗ്നൽ ലൈറ്റ് അനുസരിച്ച് മാത്രം പോകുന്ന ഒരു സുരക്ഷിതമായിട്ടുള്ളൊരു സംവിധാനം ഉണ്ടാകേണ്ടതായിരുന്നു. പക്ഷേ ഇവിടെ ബസ് സ്റ്റോപ്പ് കൂടിയാണെന്ന് ഓർത്തുകൊള്ളണം. അപ്പോൾ ഇവിടെ ബസ് കാത്തു നിൽക്കുന്ന ആൾക്കാർക്കും യാത്രക്കാർക്കും ഭയമാണ് ഇവിടെ നിൽക്കാൻ. കാരണം ഈ ഭാഗത്തു നിന്ന് വരുന്ന വാഹനങ്ങൾ നേരെ പ്രധാനപ്പെട്ട പാതയിലേക്ക് ഒരു നിയന്ത്രണവുമില്ലാതെ കയറുകയാണ്. ഇവിടെ നിന്ന് നോക്കിക്കഴിഞ്ഞാൽ ഡ്രൈവർമാർക്ക് അപ്പുറത്തു നിന്ന് വരുന്ന പ്രധാനപ്പെട്ട ആ പാതയിൽ കൂടി വരുന്ന വാഹനങ്ങൾ കാണാനും സാധിക്കില്ല. അങ്ങനെയും ഒരു പ്രശ്നമുണ്ട്. ആകെ ഒരു ആശ്രയം ട്രാഫിക് സിഗ്നൽ ലൈറ്റ് ആയിരുന്നു. 3 ആഴ്ചയായി ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ മുടക്കം വന്ന് കിടക്കുകയാണ്. നിങ്ങൾ നാട്ടുകാർക്ക് എന്താണ് ഈ കാര്യത്തിൽ പറയാനുള്ളത്? ഏകദേശം 20 ദിവസത്തോളമായി ഈ സിഗ്നൽ ഇവിടെ നിലച്ചിട്ട്. നേരത്തെ ഇവിടെ നിരന്തരമായി അപകടം ഉണ്ടായിക്കൊണ്ടിരുന്ന ഒരു സ്ഥലമാണ്. അങ്ങനെ ധാരാളം പേർ ഈ ജംഗ്ഷനിൽ അപകടം മൂലം മരിക്കുകയും അങ്ങനെ അത് കോഴഞ്ചേരി പൗരാലി ഇവിടെ സമരം ഏറ്റെടുത്ത് 7 ദിവസം ഇവിടെ നിരാകാരം കിടന്നാണ് ഈ സിഗ്നൽ ലൈറ്റ് ഇവിടെ സ്ഥാപിച്ചത്. എന്നാൽ ഇപ്പോൾ ഈ സിഗ്നൽ ലൈറ്റ് 2018 ഇവിടെ സ്ഥാപിക്കുന്നത്. ഈ 6 വർഷത്തിനിടയിൽ ഇതുവരെ ആരും ഒരപകടത്തിലും മരിക്കാതെ ഇവിടെ കാത്തുരക്ഷിച്ച് ഈ സിഗ്നൽ കാത്തുരക്ഷിക്കും. എന്നാൽ ഈ സിഗ്നൽ ഓഫ് ആയത് മുതൽ ദിവസവും ഇവിടെ ഇപ്പോൾ അപകടങ്ങൾ വീണ്ടും തുടങ്ങിയിരിക്കുകയാണ്. ഈ സിഗ്നൽ ഇല്ലെങ്കിൽ ഏത് നിമിഷവും ആളുകൾക്ക് മരണം ഉണ്ടാവും എന്നുള്ള കാര്യത്തിൽ യാതൊരു തർക്കവും വേണ്ട. അധികാരികളുടെ ശ്രദ്ധയിൽപ്പെടുത്തി ഞങ്ങൾ ഫേസ്ബുക്കിലൊക്കെ ഇട്ടു, പത്രത്തിൽ വന്നു, എന്നിട്ടും അധികാരികൾക്ക് യാതൊരു മനംമാറ്റവുമില്ല എന്നുള്ളതാണ്. ഇതിപ്പം PWD കഴിഞ്ഞിടയ്ക്ക് ഇവിടെ റോഡ് കുറെ കുഴിച്ച് ഇവിടെ ടാർ ചെയ്തിരുന്നു. അപ്പോൾ അങ്ങനെ ചെയ്തപ്പോൾ ഈ ഇതിന്റെ കേബിള് പോയി എന്നാണ് പഞ്ചായത്ത് പറയുന്നത്. എന്നാൽ PWD അത് ഏറ്റെടുക്കാൻ തയ്യാറുമല്ല. അങ്ങനെ PWDയും പഞ്ചായത്തും തമ്മിൽ തർക്കത്തിന്റെ ഭാഗമായിട്ടാണ് ഇതിപ്പോൾ ഇവിടെ ഇങ്ങനെ കിടക്കുന്നത് എന്നാണ് അറിയാൻ കഴിഞ്ഞത്. എന്താണ് നിങ്ങൾക്ക് സർക്കാരിനോട് എന്താണ് ഇക്കാര്യത്തിൽ പറയാനുള്ളത്? എത്രയും വേഗം ഈ സിഗ്നൽ ലൈറ്റ് ഞങ്ങൾക്ക് സ്ഥാപിച്ചു തന്ന് ഇവിടുത്തെ അപകടം ഒഴിവാക്കുക, അതാണ് ഞങ്ങൾക്ക് പറയാനുള്ളത്. ഇവിടെ അപകടങ്ങൾ നേരിട്ട് കണ്ടിട്ടുണ്ടോ? ഞാനിവിടെ വ്യാപാര സ്ഥാനം നടത്തുന്ന ഒരു വ്യക്തിയാണ്. സ്ഥിരമായി ഇവിടെ അപകടങ്ങളെന്ന് പറഞ്ഞാൽ ഉച്ചയ്ക്കൊരു 2 മണി കഴിഞ്ഞാൽ അശ്രദ്ധമായിട്ടാണ് 2 സൈഡിൽ നിന്നും വണ്ടികൾ വരുന്നത്.
ഈ സംസ്ഥാന ഹൈവേ കൂടെ വരുന്ന വണ്ടികൾ നല്ല സ്പീഡിലായിരിക്കും. ആ ജംഗ്ഷൻ കഴിഞ്ഞ് കഴിഞ്ഞാൽ അങ്ങോട്ട് പിന്നെ പ്ലെയിനായിട്ട് കിടക്കുന്ന സ്ഥലമാണ്. അവിടുന്ന് വരുന്ന ഡ്രൈവർക്ക് ഫുൾ അങ്ങ് വരെ കാണാം. അപ്പോൾ അദ്ദേഹം വളരെ സ്പീഡിലായിരിക്കും പിന്നെ അവിടുന്ന് വണ്ടി എടുത്ത് വരുന്നത്. ആ സമയത്താണ് ഇവിടുന്ന് പെട്ടെന്ന് കട്ട് ചെയ്ത് അങ്ങോട്ട് ചാടി കയറുന്നത്. ഏതായാലും വിനീത, ഇവിടെ ട്രാഫിക് സിഗ്നൽ ലൈറ്റുകൾ വീണ്ടും പുനഃസ്ഥാപിക്കണം, അതിന്റെ കേടുപാടുകൾ തീർത്ത് അത് പ്രവർത്തനക്ഷമമാക്കണം എന്നാണ് നാട്ടുകാരുടെ ആവശ്യം. ഇല്ലെങ്കിൽ ഇനിയും ഇവിടെ നിരവധി അപകടങ്ങൾ നടക്കാനുള്ള സാധ്യതയുണ്ടെന്നും നാട്ടുകാർ പറയുന്നു. റിപ്പോർട്ടർ വാർത്ത നമ്മൾ ലോക്കൽ ഫോക്കസിലൂടെ കൊണ്ടുവന്ന വാർത്തകളെല്ലാം തന്നെ ഫലം കണ്ടിട്ടുണ്ട്. ഈ വാർത്തയും ഫലം കാണട്ടെ. ഏതായാലും കോഴഞ്ചേരി ടൗണിൽ തന്നെയാണ് ഇത്തരത്തിൽ സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട്, ട്രാഫിക് സിഗ്നൽ ഇല്ലാത്തതുകൊണ്ട് വലിയ അപകടകരമായ ഒരു സാഹചര്യമുള്ളത്. നേരത്തെ